ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വേദിയിലെ നേതാക്കൾ, പ്രിയപ്പെട്ട പ്രവർത്തകർ, പ്രതിഭകൾ, സാഹിത്യോത്സവിലെ 2 ദിനത്തെ മൂർച്ചയേറിയ പ്രയോഗത്തിൻ്റെ പ്രതിഫലനമാണ് ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടത്. നേരത്തെ പറഞ്ഞ പോലെ ഈ 2 ദിവസത്തേക്ക് മാത്രമല്ല നിങ്ങൾ തയ്യാറെടുക്കേണ്ടത്. ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടതല്ല നിങ്ങളുടെ ആത്യന്തികമായ വിജയം. സാങ്കേതികമായ സർട്ടിഫിക്കറ്റുകളും സമ്മാനങ്ങളുമൊക്കെ ഈ വേദിയിൽ നിങ്ങൾക്ക് നൽകപ്പെടും. അതോടുകൂടി തീരുന്നതല്ല നമ്മുടെ സർഗാത്മകമായ സാംസ്കാരികമായ സാഹിത്യ പ്രവർത്തനം. ഉദ്ഘാടന ഭാഷണത്തിൽ പറഞ്ഞ പോലെ നമുക്ക് ചിലതൊക്കെ ചെയ്യാനുണ്ട്. നമ്മളിൽ പ്രതീക്ഷയർപ്പിക്കുന്ന ഒരു സമൂഹം, വിശേഷിച്ചും നമ്മുടെ രാജ്യത്തിൻ്റെ സമകാലിക സാഹചര്യം, ഇവിടെയാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത്. കിസാന്മാരെ വെടിവെച്ചു കൊല്ലുന്ന ജവാന്മാരുടെ രാജ്യമായി നമ്മുടെ ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിൽ അടിസ്ഥാനവർഗമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന കർഷകർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കണം. അവർക്ക് വേണ്ടി നമ്മൾ എഴുതണം. നമ്മൾ പാട്ട് പാടുന്നത് ഇവിടെയുള്ളവരെ ഉറക്കാനല്ല, അവരെ ഉണർത്താൻ വേണ്ടിയാണ്. കഥകൾ എഴുതുന്നത് കഥകളില്ലാത്ത മനുഷ്യരുടെ കഥകളാണ് നമ്മൾ എഴുതുന്നത്. നമ്മൾ ഓരോ ചിത്രങ്ങൾക്കും നിറം കൊടുക്കുന്നത് നിറമില്ലാതെ പോയ സമൂഹത്തിൻ്റെ ജീവിതങ്ങൾക്ക് നിറം കൊടുക്കാനാണ്. നമ്മൾ എഴുതുന്ന വരികൾ, നമ്മൾ എഴുതുന്ന ആശയങ്ങൾ, അതെല്ലാം സമൂഹത്തിന് വേണ്ടിയുള്ളതാവണം എന്നതാണ് എൻ്റെ വിദ്യാർത്ഥി സമൂഹം ഈ സാഹിത്യോത്സവിൻ്റെ സന്ദേശമായി മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കയ്യിൽ പേന തന്നത് നമ്മളെക്കുറിച്ച് എഴുതാനോ, ഈ സർഗസിദ്ധി നമ്മളിൽ സന്നിവേശിപ്പിച്ചത് നമ്മൾ എന്ന ഒന്നിൽ പ്രകടിപ്പിക്കാനോ പ്രദർശിപ്പിക്കാനോ ഒന്നുമല്ല. അപരന് വേണ്ടി, അന്യന് വേണ്ടി, മറ്റുള്ളവൻ്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് തൻ്റേതുകൂടെയാകുന്ന ഒരു പ്രവർത്തനമാണ് കലാസാഹിത്യ പ്രൊഫഷൻ. അതിനാണ് ഇസ്ലാം ഏറ്റവും കൂടുതൽ സ്ഥാനം നൽകുന്നത്, പ്രാധാന്യം നൽകുന്നത്. ആ അർത്ഥത്തിൽ നിങ്ങളുടെ ഈ കഴിവിനെ നിരന്തരമായി മൂർച്ചപ്പെടുത്തണം. അന്വേഷണങ്ങളും വായനകളും പഠനങ്ങളും പാട്ടിലും പറച്ചിലും എഴുത്തിലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കണം. രാജ്യത്ത് നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഒരു വരി എഴുതിക്കൊണ്ടെങ്കിലും സമരരംഗത്ത് നിങ്ങൾ ഉണ്ടാകണം. നിങ്ങൾക്ക് പറയാൻ, നിങ്ങൾക്ക് എഴുതാൻ, നിങ്ങൾക്ക് സംസാരിക്കാൻ, ഒച്ചവെക്കാൻ നിങ്ങളുടെ കയ്യിൽ വാക്കുകൾ ഉണ്ടാകണം. വാക്കിൻ്റെ ശേഷി മറ്റെല്ലാത്തിനേക്കാളും പ്രഹരമുണ്ട് എന്ന് നമുക്ക് ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൽ നിന്ന് തന്നെയാണ് ഫാസിസ്റ്റുകൾ ഇത്തരം പ്രവർത്തനങ്ങളെ വിലക്കേർപ്പെടുത്തുന്നത്. ചില വാക്കുകൾക്ക് പോലും നമ്മുടെ രാജ്യത്ത് വിലക്കുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെയൊരു രാജ്യത്ത് ജീവിക്കുന്ന വിദ്യാർത്ഥി ചില വാക്കുകൾ, ചില കരുതലുകൾ അവൻ്റെ ജീവിതത്തിലുണ്ടാകണം. അത് രാജ്യത്തിന് വേണ്ടിയാണ്, സമൂഹത്തിന് വേണ്ടിയാണ് എന്ന് ഓർമ്മപ്പെടുത്തി എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സാഹിത്യോത്സവിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നു അബ്ദുൽ മജീദ് ഫൈസി ആന്തർശ്ശേരി, പ്രസിഡന്റ് കേരള മുസ്ലിം ജമാഅത്ത് താനൂർ ക്ഷമിക്കുന്നു.